ജിസ്മോളുടെ മമ്മിയുടെ ശവ കല്ലറയാണ്. ഇപ്പം ജിസ്മോളുടെ മമ്മി നേരത്തെ ലിസി തോമസ്, അതെ നേരത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്നു, മുത്തോലി പഞ്ചായത്ത് മെമ്പറായിരുന്നു. പുള്ളിക്കാരത്തി ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. അതിൻ്റെ ബൈ ഇലക്ഷനിൽ ജിസ്മോൾ ആ വാർഡിലെ മെമ്പറായി. ജിസ്മോൾ ആ വാർഡിൽ തന്നെ മെമ്പറായി. പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റായി. അത് കഴിഞ്ഞപ്പോഴാണ്, ആ സമയത്താണ് കല്യാണം അതോ പഞ്ചായത്ത് പ്രസിഡന്റായി കഴിഞ്ഞിട്ടാണോ? അത് ആ സമയത്താണ്. അതിന് ഇത് ആയിട്ട് എല്ലാ പരിപാടിയും ഇങ്ങനൊരു വിഷയം, ഇങ്ങനൊരു തർക്കം ഉണ്ടായത്, ഇങ്ങനൊരു അപകടം ഒരു ഇതുണ്ടായതുകൊണ്ടാണ് അവരിവിടെ അടക്കുന്നത്. അല്ലെങ്കിൽ ഭർത്താവിന്റെ നീരിക്കാട് അടക്കേണ്ടതായിരുന്നു. ഇപ്പൊ നീരിക്കാട് ഇന്ന് 1.5 മണിക്കൂർ അവിടെ കൊണ്ട് വെച്ചു പൊതുദർശനത്തിൽ. ശരിക്കും പറഞ്ഞാൽ ഭർത്താവിന്റെ കല്ലറയിലാണ് നടക്കേണ്ടത് അല്ലേ? പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം ആയതാണ് ഇവര് ജിസ്മോളുടെ വീട്ടുകാർ പറഞ്ഞ് ഇവിടെ തന്നെ അടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അടക്കി, നീരിക്കോട് തന്നെ അടക്കി. ഇപ്പൊ അമ്മയുടെ കൂടെ ജിസ്മോളും കൊച്ചുമക്കളും ഇനി അന്ത്യം ഉറങ്ങും. ഓ, വല്ലാത്തൊരു സാഹചര്യം അല്ലേ? തീർച്ചയായും. ഭർത്താവിന്റെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ 1.5 മണിക്കൂർ ആ പള്ളിയുടെ ഹാളില് പൊതു ദർശനത്തിന് വെച്ചു. അതിനുശേഷം ഇവിടെ വീണ്ടും കൊണ്ടിരുന്നു. ഇവിടെ അടക്കുന്നു. വീട്ടിൽ വെക്കാൻ സമ്മതിച്ചില്ല. വീട്ടിൽ വെക്കാൻ സമ്മതിച്ചില്ല, വീട്ടുകാർ സമ്മതിച്ചില്ല. ജിസ്മോടെ വീട്ടുകാർ സമ്മതിച്ചില്ല. അങ്ങനെ പള്ളി ഹാളിൽ അച്ഛന്മാരുമായിട്ട് ചർച്ച വെച്ച് അവരുടെ ജിമ്മിയുടെ പള്ളിയുടെ ഹാളിൽ വെച്ചു. ആൾക്കാർ കണ്ടു. പിന്നെ ജിമ്മിയും ഒക്കെ വീട്ടിലേക്ക് പോയി. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഇവിടെ ഉള്ളത് ഇവരുടെ വീട്ടുകാർ മാത്രമേ ഉള്ളൂ ഈ അടക്കിന് വരുന്നത് അല്ലേ? അതാണ് ഇതിൻ്റെ ഒരു കാര്യം. സാധാരണ കനനായ സഭയിൽ ഭർത്താവിൻ്റെ കുടുംബക്കല്ലറിൽ അടക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം ഉള്ളത് കാരണം ജിസ്മോടെ വീട്ടുകാർ വളരെ വാശി പിടിച്ചിട്ട് കൊണ്ടത് മാത്രമാണ് ഇവിടെ അടക്കാൻ സാധിച്ചത്. അച്ഛന്മാരുമായിട്ടുള്ള ഒരു രമ്യത്തിൽ എത്തിയത് കൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഇത് വലിയൊരു വിഷയമായി മാറി. തീർച്ചയായും അല്ലേ? എല്ലാം അങ്ങനെ സൗമ്യമായി പോയത് തന്നെ വലിയൊരു ഭാഗ്യം. തീർച്ചയായും. കോടതിയും കേസും ഒക്കെ ആയി മാറേണ്ടതാണ്. നല്ല മനുഷ്യരായതുകൊണ്ടാണ് അവർ അനുവദിച്ചത്. ഷൈനിയുടെ കേസ് കേട്ടപ്പോൾ ഓർക്കണം, അവർ വാശി പിടിച്ച് അപ്പുറത്ത് കൊണ്ടുപോയി. അവർ ഇപ്പുറം അടക്കണമെന്ന് പറഞ്ഞിട്ടും ഷൈനിയുടെ വീട്ടുകാർ അവിടെ അടക്കണമെന്ന് പറഞ്ഞിട്ടും സമ്മതിച്ചില്ല. മറ്റേ ബോബി അച്ഛനും ബോബി എല്ലാം കൂടെ വാശി വെച്ചിട്ട് അവിടെ തന്നെ അവരുടെ ഒരു കുടുംബത്തിന്റെ മഹിമ കാണിച്ചുകൊണ്ട് അവിടെ തന്നെ കൊണ്ട് അടക്കിപ്പിച്ചു. അതും കൂടെ ചിന്തിക്കണം. ഇവിടെ അങ്ങനെയല്ല, ഇവർ അത്രയും ചിച്ചില്ല. ഇവർ എല്ലാവരും കണ്ടു കേട്ടവരങ്ങ് പോയി. അപ്പോൾ ഇല്ലെങ്കിൽ ഇവിടെ പ്രശ്നമായി മാറിയാണ് അല്ലേ? ഇവിടെ അല്ല, അവിടെ നീർക്കാടേ പ്രശ്നം വരത്തുള്ളൂ. ഇവിടെ ഒരു ഇഷ്യൂസ് വരത്തില്ല. നീർക്കാട് പ്രശ്നം എന്ന് പറയുമ്പോൾ ചെറുക്കൻ്റെ വീട്ടുകാരൊക്കെ ആയിട്ടെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നല്ലോ. അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് വരത്തില്ല. സാധാരണ അപ്പൻ്റെ പിള്ളേരെ അടക്കേണ്ട അപ്പൻ്റെ അവിടെയാണ് നീർക്കാടാണ് ചെയ്യേണ്ടത്. ഭർത്താവിന്റെ കുടുംബക്കല്ലറാണ് ഭാര്യ അടക്കേണ്ടത്. തീർച്ചയായും ഭയങ്കര വിഷമമായി പോയി. ജിസ്മോളുടെയും കല്യാണം ഒക്കെ ആർഭാടമായി നടത്താനായിട്ട് കോർഡിനേഷനൊക്കെ നിന്ന് സാറായിരുന്നു. ഇത് കേട്ടപ്പോൾ എന്താ തോന്നിയത്? ആപ്പാടെ ആപ്പാടെ ടോട്ടലി ഡള്ളായി പോയത് കേട്ടപ്പോൾ തന്നെ. നല്ലൊരു പെൺകുട്ടിയായിരുന്നു, ഭയങ്കരമായിട്ട് നല്ല സോഷ്യലായിട്ട് എല്ലാവരോടും ഇടപെടുമായിരുന്നു. അതുപോലെ നല്ലൊരു ക്യാരക്ടറായിരുന്നു. അപ്പോഴെ എല്ലാവർക്കും ഒരു ഭയങ്കര വിഷമമായിപ്പോയി. അല്ല, ഈ മക്കൾക്ക് ജീവിക്കാൻ അവകാശം ഇല്ലായിരുന്നു നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്കിന്? ഒരുപക്ഷെ ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരത്തിക്ക് മക്കളും അവിടെ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലെ പീഡനം അനുഭവിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും. അല്ല, വക്കീലും കൂടി അല്ലേ? കാരണം മക്കൾ പീഡനം അനുഭവിക്കുന്നു പറഞ്ഞാൽ എന്താ അറിയാം, മോളുടെ മക്കൾ വരുമ്പോൾ ഈ മക്കളെ അതെ, ഇതുവരെ കളറിന് വരെ അവിടെ കുറ്റമായിരുന്നല്ലോ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും മക്കളും അവിടെ നിൽക്കണ്ടെന്നുള്ള ചിന്താഗതിയിലായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെ ചെയ്തത്. അല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, അതുപോലെ തന്നെ അഡ്വക്കേറ്റാണ്. നല്ല ബന്ധങ്ങളൊക്കെ ഉണ്ട് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട്, നേതാക്കന്മാരും ഒക്കെ ആയിട്ട്. ഒരു ഫോൺ വിളിച്ച കാര്യം ഒത്തുതീർപ്പാക്കാവുന്നൊരു കാര്യമല്ലേ ഇതൊക്കെ ഉള്ളത്? കാരണം അത്രേ ഉള്ളൂ. പക്ഷേ പുള്ളിക്കാരനാണല്ലോ ഹസ്ബൻഡിനെ ഇതുവരെ ഒരു കുറ്റമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. വീട്ടിലാണെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ചെറിയ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാം ഉള്ളിലൊതുക്കിയിട്ടേ വിട്ടുവിട്ട് പോയപ്പോൾ ഒരു പക്ഷേ ചെയ്തതായിരിക്കും. അല്ല, കഴിഞ്ഞ ദിവസം ഫാദർ പത്രസമ്മേളനത്തിൽ പറഞ്ഞായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ സംസാരം വന്നിരുന്നു. പക്ഷേ എങ്കിലും പുള്ളിക്കാരത്തി കൂടുതൽ ഇതായിട്ട് എടുക്കുന്നില്ലായിരുന്നു. എങ്ങനെയും ഒത്തുപോകാമെന്നുള്ള ചിന്തയിൽ അങ്ങനെ പിടിച്ചു നിന്ന അവസാനം സൈ കേട്ടപ്പോൾ ചെയ്തതായിരിക്കും ഒരു പക്ഷേ. അവരുടെ കല്യാണത്തിനൊക്കെ തുടക്കത്തിലെല്ലാം ചുക്കം പിടിച്ചതും സാറായിരുന്നു. അല്ല, ഞങ്ങൾ ഈവൻ്റായിട്ട് ഞങ്ങൾ ചെയ്തായിരുന്നു. ഡെക്കറേഷൻ എല്ലാം അവരുടെ കല്യാണത്തിൻ്റെ എല്ലാം ചെയ്തിരുന്നതാണ്. ഇപ്പോൾ അവരുടെ മരണടക്കിൻ്റെയും കൂടെ ചെയ്യേണ്ട വന്നു. അതിലെന്താ ഒരു മനസ്സിൻ്റെ ഒരു അറിയാമല്ലോ അപ്പാടെ എന്നാ പറയുന്നത്, അതിനും കൂടെ നമ്മൾ കൂട്ടി നിൽക്കാന്നൊക്കെ പറയുമ്പോൾ അപ്പാടെ പിള്ളേരെയൊക്കെ മുഖം കണ്ടപ്പം തന്നെ അപ്പാടെ. ഇപ്പോൾ ഇതിൻ്റെ മോർച്ചറി കാര്യങ്ങളൊക്കെ ആളാ ചെയ്യുന്നത്. കല്യാണത്തിൻ്റെ ഇവരെ ഡെക്കറേഷൻ തൊട്ട് ഇപ്പോൾ ഈ സംഭവം മോർച്ചറിയുടെ കാര്യം വരെ ഇദ്ദേഹമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു മനസ്സിനൊരു വല്ലാത്തൊരു വിഷമം, ഒരു ബുദ്ധിമുട്ടല്ലേ? തീർച്ചയായും. ഇവിടെ മരീനിൽ ചെന്നപ്പോൾ തന്നെ ബോഡി കണ്ടപ്പോൾ തന്നെ അപ്പാടെ അപ്സെറ്റായിപ്പോയി.
ശരിയായിട്ട് ഇതിന്റെ നിറത്തിന്റെ കാര്യം പറഞ്ഞു, ഇവർക്ക് അത്രയ്ക്കും നമ്മൾ എത്രയോ ആൾക്കാരെ കാണുന്നുണ്ട്. പക്ഷെ എങ്കിൽ കൂടെ ആ പെൺകുട്ടി കറുത്താണെങ്കിലും നല്ലൊരു അഴകുള്ള കറുപ്പായിരുന്നു. പക്ഷെ അവർക്കത് എന്തോ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡല്ലേ. അല്ല, പയ്യനെ കണ്ടല്ലേ? അതെ അതെ, പയ്യനെ സുന്ദരനാണല്ലേ? പയ്യനോടെ ഉണ്ടായിരുന്നു, പള്ളിക്കൽ അവിടെ വന്നായിരുന്നു, ഹാളി വന്നായിരുന്നു. പയ്യനെ കല്യാണത്തിന് കണ്ടായിരുന്നല്ലോ. അതെ അതെ, ഈ പറങ്ങാണ്ടി പോലെ മോന്തയുള്ള പെണ്ണ് കൊടുക്കുന്നുള്ളതല്ലേ ആദ്യം. അതെ 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 അതെ. പയ്യനോട് വർത്താനം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. വീട്ടുകാരുമായിട്ട് എത്ര നാളത്തെ പരിചയമുണ്ട്? ഇവിടെ ഇപ്പോൾ വർഷങ്ങളായിട്ട് പരിചയമുള്ള ആണല്ലോ. തോമസേട്ടനെ പറ്റിയൊക്കെ എന്താ പറയാൻ പറ്റും? പുള്ളി ഒരു നല്ല മനുഷ്യനല്ലേ, നല്ലൊരു മനുഷ്യൻ. പുള്ളിക്കൊക്കെ ഈ ഇത് വന്നല്ലോ എന്നൊരു നമുക്കൊരു ബുദ്ധിമുട്ടത്. പുള്ളിക്കാരി ആയാലും പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന അതെ 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 ഇവളുടെ അമ്മ. അതെ അതെ അതെ, പുള്ളിക്കാരത്തി നല്ല ഒരു സ്ത്രീയായിരുന്നു. ഒന്നിന് പുറകെ നന്നായിട്ട്. ഇപ്പം പുള്ളിക്കാരത്തി മരിച്ചിട്ട് ഇപ്പോൾ 7 വർഷമായി, അമ്മ മരിച്ചിട്ടേ. പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിൽ ആരായിരുന്നു കുറച്ചുകൂടെ ഒരു സ്മാർട്ട്? മോളായിരുന്നോ അമ്മയായിരുന്നു? മോള് പ്രസിഡൻ്റായിരുന്നല്ലോ. മോളും നല്ല എല്ലാ കാര്യത്തിലും നല്ല ആക്റ്റീവായിരുന്നു. അമ്മയ്ക്ക് കിട്ടേണ്ട പ്രസിഡന്റ് സ്ഥാനം മോൾക്ക് കിട്ടിയല്ലേ? ബൈ ഇലക്ഷനിൽ മോള് ജയിച്ചു, അങ്ങനെ ആയത്. അമ്മയുണ്ടായിരുന്നു, അമ്മയ്ക്ക് കിട്ടിയാലേ. അതെ അതെ അല്ലേ? എന്തായാലും വല്ലാത്തൊരു ദുരന്തമായി പോയി. തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.